നമസ്കാരം. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. ഇന്നലെ എല്ലാവരും വോട്ട് ചെയ്തല്ലോ അല്ലേ? സോ ഇന്ന് 9th and 10th ന്യൂസ് ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത് ഏപ്രിൽ. സോ ലെറ്റ്സ് സീ വാട്ട് ഓൾ ആർ ദ ന്യൂസ്. ആസ് വെസ്റ്റ് ഏഷ്യ വാർ ഹാൾസ്, MPC keeps repo rate unchanged at 5.25%. Jan Vishwas 2.0 is all about trust-based compliances. The thermal cost of India's textile surge. Over 4,600 objects placed in orbit in 2025 after 315 space launches report. India's first quantum reference facility to be launched at AP. Nari Shakti, India's defining reforms for the next decade. How will Gaganyaan astronauts safely return to Earth? So let's go to the first news. As West Asia war halts, MPC keeps repo rate unchanged at 5.2%. നമുക്കറിയാമല്ലോ, ഇന്നലെ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ടായിരുന്നു. മിനിങ്ങാന്ന് ദർവാസ എന്താ പറയുന്നത്, പാർഷ്യലായിട്ടുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ആരൊക്കെ തമ്മിൽ? USA ഇറാനും തമ്മിൽ. ഇവൻ ദോ ഇസ്രായേൽ അതിന്റെ ഭാഗമല്ലായിരുന്നു, പിന്നെ അറ്റാക്ക് ഒക്കെ ഉണ്ടായെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പശ്ചാത്തലത്തിൽ വി ഹാഡ് അവർ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം, അതായത് ഒരു റെഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് ഇത് നടത്തിക്കൊണ്ടും വി കെപ്റ്റ് ദ മോണിറ്ററി പോളിസി, അതായത് റിപ്പോ റേറ്റ് നമ്മൾ സെയിം ആയിട്ട് തന്നെ വെച്ചു. അതായത് അൺചേഞ്ച്ഡ് ആയിട്ട് 5.25% തന്നെ വെച്ചു. അതിനെക്കുറിച്ചാണ് ഈ ന്യൂസ്. സോ ലെറ്റ്സ് സീ. The Monetary Policy Committee unanimously voted to hold the repo rate at 5.25%. And it is said that due to this West Asian crisis കാരണം real GDP growth 2026-27 has been reduced by 17 base points to 6.9%. അതായത് മുമ്പ് കൂടുതലായിരുന്നെന്ന് വിചാരിച്ചിരുന്നതാണ്. റൈറ്റ് നൗ ഡ്യൂ ടു ദിസ് വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് ആൻഡ് അതർ ഗ്ലോബൽ ഡെവലപ്മെന്റ്സ്, നമ്മുടെ ഈ സപ്ലൈ സൈഡിനകത്ത് ഉണ്ടാകുന്ന റിസ്കുകളും അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളും കാരണം ഇറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 70 ബേസ് പോയിന്റ്സ് ടു 6.9%. ഇതാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് CPI ഇൻഫ്ലേഷൻ ഏതാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഹാസ് ബീൻ പ്രൊജക്റ്റഡ് ടു ബി 4.5% ഫ്രം 4.4%. നേരത്തെ 4.4% പറഞ്ഞിരുന്നതെന്ന് 4.5% മാറിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രിലിംസിനോ അല്ലെങ്കിൽ മെയിൻസിനോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യമാണെന്ന് നോക്കാം. The most important thing is Monetary Policy Committee. Usually ഈ പറയുന്ന പോലെ എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ UPSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. ദ മോണിറ്ററി പോളിസി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 45(ZB) ഡിറ്റർമൈൻസ് ദ പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് റിക്വയർഡ് ടു അച്ചീവ് ദ ഇൻഫ്ലേഷൻ ടാർഗറ്റ്. ഓക്കെ, അതായത് ഇൻഫ്ലേഷൻ ടാർഗറ്റിന് വേണ്ടിയിട്ടാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നത്. അത് ഫോം ചെയ്തത് അണ്ടർ സെക്ഷൻ 45(ZB) എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്തിനാണ്? ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന്. ഇത് ഫോം ചെയ്തിരിക്കുന്ന 45(ZB) എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഓക്കെ, ആൻഡ് യു ഷുഡ് ഓൾസോ നോ ദാറ്റ് ഈ പറയുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നടത്തുന്നത്? ദർ ഈസ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വിത്ത് ബേസ് ഇയർ 2024 ഹെഡ്ലൈൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 6 മെമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, RBI ഗവർണർ ചെയർപേഴ്സൺ ആയിട്ട് 3+3 എന്നുള്ള രീതിയിലാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ ആരൊക്കെയാണ് അതിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേര് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരും 3 പേര് RBIയുടെ അവിടെ നിന്നുള്ളവരുമാണ് അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. സോ യു ഷുഡ് നോ ദാറ്റ് ദർ ഈസ് നോ മെജോറിറ്റി ഫോർ RBI മെമ്പേഴ്സ്. രണ്ടുപേർക്കും ഈക്വൽ മെമ്പർഷിപ്പ് ആണുള്ളത്. The Government of India in consultation with the RBI sets a numerical target of inflation. RBI ആയിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ നമ്മൾ ഒരു ന്യൂമറിക്കൽ ടാർഗറ്റ് ഓഫ് ഇൻഫ്ലേഷൻ സെറ്റ് ചെയ്യും. റൈറ്റ് നൗ നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് 4% വിത്ത് എ ടോളറൻസ് ബാൻഡ് ഓഫ് +or-2% എന്നാണ്. അതായത് ഏറ്റവും ലോവസ്റ്റ് 2% മുതൽ 6% വരെയുള്ള ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് അപ്പോൾ ഇവർ ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുക? അതായത് ഇൻഫ്ലേഷൻ ടാർഗറ്റും ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ മണി സപ്ലൈ. അതായത് നമ്മുടെ മാർക്കറ്റിലുള്ള മണി സപ്ലൈ ഇൻഫ്ലേഷനും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഇവർ ഇൻഫ്ലേഷൻ ടാർഗറ്റിന്റെ സമയത്ത്, ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ഇവർ മണി സപ്ലൈ കുറയ്ക്കും. മണി സപ്ലൈ കുറച്ചതിന് ശേഷം അവർ ഇൻഫ്ലേഷൻ കുറയ്ക്കും. സോ ഈ മണി സപ്ലൈ കുറയ്ക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി. അതേസമയം ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നു, ഡെവലപ്മെന്റ് കുറവാണെങ്കിൽ ഡെവലപ്മെന്റ് കൂട്ടാൻ വേണ്ടി മാർക്കറ്റിൽ മണി സപ്ലൈ കൂട്ടും. അങ്ങനെ മണി സപ്ലൈ കൂട്ടുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. ഓക്കെ, അത് നമ്മളുടെ വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന മണി സപ്ലൈ കൂട്ടും കുറയ്ക്കുകയും ചെയ്യുന്നത്? അതിന് RBIയുടെ കയ്യിൽ കുറച്ച് പോളിസി ടൂൾസ് ഉണ്ട്, മോണിറ്ററി പോളിസി ടൂൾസ്. ദർ ആർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ടൂൾസ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ പോളിസി റിപ്പോ റേറ്റ്. Okay,
അപ്പം എന്താണ് ഈ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഈ റിപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് ടേം, ഇപ്പം നമുക്ക് എന്തെങ്കിലും ക്യാഷ് ആവശ്യം വന്നാൽ നമ്മൾ ബാങ്കിന്റെ അടുത്ത് പോകും ലോണിന്. ഇപ്പൊ ഈ ബാങ്കിന് എന്തെങ്കിലും ക്യാഷ് ആവശ്യം വന്നാൽ ആരുടെ അടുത്ത് പോകും? ദേ വിൽ ഗോ ടു ദ RBI, ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്നാണ് RBIനെ വിളിക്കുന്നത്. വേറെ ഒരു നിവൃത്തി ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക എന്ന് പറയുന്ന രീതിയിൽ. സോ RBIയുടെ അടുത്ത് ചുമ്മാ പോയി ചോദിച്ചാൽ അവർക്ക് കാശ് കിട്ടുമോ? ഇല്ല, കൊളാട്രൽ ആയിട്ട് എന്തെങ്കിലും വെക്കണം. അങ്ങനെ RBI കൊളാട്രൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആണ്, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. അപ്പം ഒരു ബാങ്ക് RBIയുടെ അടുത്ത് ചെന്നിട്ട് കാശ് ചോദിക്കുമ്പോഴത്തേനും ആ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഈടായിട്ട് വെച്ച് RBI ബാങ്കിന് കാശ് കൊടുക്കും. അതിനകത്തൊരു എഗ്രിമെന്റ് ഉണ്ട്, അതായത് ഇത്ര കാലം കഴിയുമ്പം ഈ സെക്യൂരിറ്റീസ് തിരിച്ചു മേടിച്ച് ഞാൻ തന്ന കാശും അതിന്റെ ഇൻട്രസ്റ്റും എനിക്ക് തിരിച്ചു തരുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീപർച്ചേസിംഗ് എഗ്രിമെന്റ്. RBIയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റീസ് കുറച്ചു കാലം കഴിയുമ്പോൾ ബാങ്ക് വന്ന് തിരിച്ചു മേടിച്ച് RBIയുടെ നിന്ന് മേടിച്ച പൈസയും അതിന്റെ ഇൻട്രസ്റ്റും കൊടുക്കുന്നുള്ള പരിപാടി. അതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്. അപ്പൊ ലെറ്റ്സ് സീ വാട്ട് ഈസ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ, ബാങ്കിന് പൈസ ആവശ്യമുണ്ട്, അപ്പൊ RBIയുടെ അടുത്ത് പോയി കാശ് മേടിക്കുന്നു. അതിന് പകരമായിട്ട് ബാങ്കിന്റെ കയ്യിൽ ക്യാഷ് കൂടുതലുണ്ട്, RBI ഹാസ് ടു സക്ക് ഔട്ട് ദ മണി സപ്ലൈ ഫ്രം ദ മാർക്കറ്റ്. അപ്പൊ RBI എന്ത് ചെയ്യും? ഈ പറയുന്ന റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് പ്രകാരം ബാങ്കിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച് അവർക്ക് കൊളാട്രൽ ആയിട്ട് സെക്യൂരിറ്റീസ് കൊടുക്കും. എന്ത് സെക്യൂരിറ്റീസ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊടുക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് കൊടുക്കുന്നത്, അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ബാങ്കിന്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ റിപ്പോ റേറ്റ് ആയിരിക്കും റിവേഴ്സ് റിപ്പോ റേറ്റ് ആയിരിക്കും കൂടുതൽ? അതെ, അതായത് RBI എന്ന് പറയുന്ന ഒരു ബാങ്കാണ്. നമ്മളെടോ കടം കൊടുക്കുമ്പോഴല്ലേ കൂടുതൽ ഇൻട്രസ്റ്റ് മേടിക്കുക, എന്നാൽ മാത്രമല്ലേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് കാശ് മേടിക്കുമ്പോൾ അവർക്കാണോ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുക? അല്ല. അപ്പോൾ RBIയെ സംബന്ധിച്ചിടത്തോളം റിപ്പോ റേറ്റ് കൂടുതലും റിവേഴ്സ് റിപ്പോ റേറ്റ് കുറവുമായിരിക്കും. ഓക്കെ, അലോങ് വിത്ത് ദാറ്റ് ഇതിനൊക്കെ പുറമെ ഒന്ന് രണ്ട് പോളിസി ടൂൾസും കൂടെ ഉണ്ട്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. അപ്പൊ എന്താണ് ഈ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി? ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ക്യാൻ പാർക്ക് എക്സസ് ഫണ്ട്സ് വിത്ത് RBI ഓവർനൈറ്റ് അൺകൊളാട്രലൈസ്ഡ് ഇറ്റ് ആക്ട് ആസ് ദ ഫ്ലോർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് കോറിഡോർ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, RBIക്ക് ക്യാഷ് സക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർ കൊളാട്രൽ ആയിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊടുക്കും. ഇതിന് മാത്രം ഗവൺമെന്റ് സെക്യൂരിറ്റി RBIയുടെ എവിടെ ഇരിക്കുന്നത്? സോ വെൻ എ സിറ്റുവേഷൻ കംസ്, അതായത് ഈ പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊടുക്കാതെ തന്നെ ഇവർക്ക് ഓവർനൈറ്റ് ആയിട്ട് എന്താ പറയുന്ന ബാങ്കിന്റെ കയ്യിൽ, സാധാരണയുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കയ്യിലുള്ള എക്സസ് ഫണ്ട് RBIയിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് നമ്മൾ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്താണ്? അതായത് ദ ബാങ്ക്സ് ആർ പാർക്കിംഗ് ദർ എക്സസ് ഫണ്ട്സ് വിത്ത് RBI അൺകൊളാട്രലൈസ്ഡ്, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വേണ്ടാതെ. ദെൻ നെക്സ്റ്റ് വൺ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. അപ്പൊ എന്താണ് ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്? ഞാൻ പറഞ്ഞല്ലോ, റിപ്പോ റേറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ, റിപ്പോ റേറ്റ് RBIയുടെ കയ്യിൽ നിന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ ദ ബാങ്ക് ഹാസ് ടു ഹാവ് എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വേണമെന്ന് നിർബന്ധമാണ്. ഇപ്പൊ ബാങ്കിന്റെ കയ്യിൽ, ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ആ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ എന്ത് വഴിയാണുള്ളതെന്നുള്ളതാണ് ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിക്കകത്ത് പറയുന്നത്. അപ്പൊ ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോ ദാറ്റ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ബാങ്കിന്റെ അസറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ പറയുന്ന സാധനത്തിന്റെ, ഇപ്പം ബാങ്കിന് അസറ്റ്സും ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. ലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുത്ത് ഒരാൾ കാശ് കൊണ്ടുവന്ന് തരുവാണെങ്കിൽ അതെന്റെ ലയബിലിറ്റി, ഐ ഹാവ് ടു ഗീവ് ദാറ്റ് മണി ബാക്ക് വിത്ത് ഇൻട്രസ്റ്റ്. അതേസമയം ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുവാണെങ്കിൽ അതെന്റെ അസറ്റ് ആണ്. കാരണം എന്താ? ഹി വിൽ ഗീവ് ബാക്ക് ദാറ്റ് മണി വിത്ത് ഇൻട്രസ്റ്റ്. അപ്പൊ എനിക്ക് പൈസ കിട്ടുവാണ്, മറ്റേ എനിക്ക് പൈസ പോവാണ്. സോ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൊത്തം ലയബിലിറ്റി എന്താണ്? അവർ മേടിക്കുന്ന പൈസയുടെ മൊത്തം ലയബിലിറ്റി, ആ ലയബിലിറ്റിക്കകത്ത് 1% ഗവൺമെന്റ് പറയുന്നുണ്ട് ദാറ്റ് ഹാസ് ടു ബി കെപ്റ്റ് ഇൻ ദ ബാങ്ക് ഇറ്റ് സെൽഫ്. ഓക്കെ, അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SLR എന്ന് പറയുന്നത്. ആ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിലുള്ള എമൗണ്ട്, ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണ്? 3 സാധനങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിൽ യു ക്യാൻ യൂസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്യാം, 2 ഗോൾഡ് യൂസ് ചെയ്യാം, 3 ക്യാഷ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, ആ സെക്യൂരിറ്റീസ് ഒരിക്കലും നമ്മൾ RBIക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ലോൺ മേടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയിൽ എക്സ്ട്രീം കണ്ടീഷൻസിൽ ബാങ്കിന് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഡു വൺ തിങ്. എന്താണ്? അവരുടെ ഈ SLRനകത്ത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയ്ക്കകത്തുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പ്ലഡ്ജ് ചെയ്തതിനു ശേഷം അവർക്ക് കുറച്ച് ലോൺ എടുക്കാൻ പറ്റും. അത് വലിയ മൊത്തം എമൗണ്ട് എടുക്കാൻ പറ്റില്ല, ഓൾമോസ്റ്റ് 2% മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ബാങ്കിന്റെ കയ്യിൽ പെട്ടെന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇല്ല, അതർ ദാൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയുടെ പുറത്ത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇല്ലെങ്കിൽ എക്സ്ട്രീം കേസസിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിൽ നിന്ന്
കുറച്ച് പൈസ 2% ഉള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എടുത്തിട്ട് അത് RBIയിൽ പ്ലഡ്ജ് ചെയ്തതിന് ശേഷം അവർക്ക് കുറച്ച് ലോൺ എടുക്കാൻ പറ്റും. അതിനെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയുടെ അതേ റേറ്റ് തന്നെയാണ്. ദ റേറ്റ് ഫോർ ലോങ്ങർ ടൈം ലെൻഡിംഗ് ബൈ RBI ടു ബാങ്ക്സ് യൂഷ്വലി അലൈൻഡ് വിത്ത് MSF യൂസ്ഡ് ആസ് റഫറൻസ് ഓർ പീനൽ റേറ്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ MSF എന്ന് പറയുന്ന സാധനം കോമൺ ആയിട്ട് നടക്കേണ്ട സാധനമല്ല. ബിക്കോസ് ദ ബാങ്ക് ഹാസ് ടു കീപ് സം ഓഫ് ദർ എമൗണ്ട് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ തന്നെ കീപ്പ് ചെയ്യണം. കാരണം എന്താ, നാളെ ഒരു ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുക്കാതിരിക്കുന്നത് ബാങ്കിന്റെ പ്രശ്നമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ബാങ്കിന് ഒരു പീനൽ റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് അവർക്ക് ഒരു ചെറിയ പണിഷ്മെന്റ് എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത്. സോ ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയും ബാങ്ക് റേറ്റും ഓൾമോസ്റ്റ് സെയിം റേറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ബാങ്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ലെൻഡിങ് RBI കൊടുക്കുന്ന പരിപാടിക്കാണ് കൊടുക്കുന്നത്. റൈറ്റ് നൗ ഇറ്റ് ഈസ് നോട്ട് ഇൻ പൊസിഷൻ. അതായത് ഇപ്പോൾ അത് ചെയ്യാറില്ല. യൂഷ്വലി RBI ഈസ് നോട്ട് ഡൂയിങ് ദാറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഫിക്സ്ഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത രണ്ട് റിസർവ് റേഷ്യോസ് ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി എന്താണെന്ന്. ആ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയിൽ NDTL ഇത്ര ശതമാനം എന്താ പറയുന്നത്, അത് ക്യാഷ് ആയിട്ട് RBIയിൽ വെക്കണം ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. പെട്ടെന്ന് ഒരേ സമയം തന്നെ കുറെ പേര് വന്ന് ക്യാഷ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബാങ്കിന്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ലെങ്കിൽ ബാങ്ക് ക്രൈസിസിലേക്ക് പോകും. അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് RBI കുറച്ച് എമൗണ്ട് RBIയുടെ കയ്യിൽ വെക്കും. സോ ദാറ്റ് ദ ബാങ്ക് ക്യാൻ ഗെറ്റ് ഇറ്റ് ബാക്ക് അറ്റ് ആൻ എക്സ്ട്രീം സിറ്റുവേഷൻ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ. ഓക്കെ, ആ ഒരു സാധനത്തിനും പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞ് കടം കൊടുക്കണം എന്നുണ്ടെങ്കിൽ RBIയുടെ കയ്യിൽ കുറച്ച് പൈസ വേണ്ടേ? ഈ പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതായത് മൊത്ത ശതമാനത്തിന്റെ ഏകദേശം 3% ദാറ്റ് വി ഹാവ് ടു കെപ്റ്റ് ഇൻ ദ RBI. എന്തായിട്ടാണ്? CRR ആയിട്ട്, ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് എമൗണ്ട് ലിക്വിഡ് ആക്കി വെക്കണം. ഫോർ ദാറ്റ് ഇഫ് സംബഡി കംസ് ഫോർ, അതായത് അറ്റ് എ ടൈം തന്നെ കുറെ പേര് ക്യാഷ് ചോദിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗിവ് ഇറ്റ് ബാക്ക്. അപ്പൊ ലിക്വിഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഒന്ന് ഗോൾഡ്, പിന്നെ ക്യാഷ്, പിന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. എന്നാൽ നമുക്കൊരു ചോദ്യം ചെയ്തു നോക്കാം. ഓക്കെ, ഇഫ് ദ RBI decides to adopt an expansionist monetary policy. എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് കൂടുതൽ പൈസ കൊടുക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ഇറ്റ് നോട്ട് ഡു? ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ പ്രിലിംസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓൾവേസ് അണ്ടർലൈൻ ദ ക്വസ്റ്റ്യൻസ്, സോ ദാറ്റ് ഇങ്ങനത്തെ ഈ നോട്ട്, സില്ലി മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് അറിയുന്നത്? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആണെങ്കിൽ ഇതിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? ഓക്കെ, ഫസ്റ്റ് വൺ, കട്ട് ആൻഡ് ഒപ്റ്റിമൈസ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഞാൻ പറഞ്ഞല്ലോ, മൊത്തം 100 രൂപ കിട്ടുവാണെങ്കിൽ അതിനകത്ത് 18% ഞാൻ എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് തന്നെ വെക്കണം. ബാക്കി മാത്രമേ ഞാൻ കടം കൊടുക്കാൻ പാടുള്ളൂ. ആർക്ക്? മാർക്കറ്റില്. സോ ഈ പറയുന്ന 18 രൂപ എന്നുള്ളത് കുറച്ച് ഒരു 15 രൂപയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 രൂപയും കൂടെ എനിക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റില്ലേ? സോ അതൊരു എക്സ്പാൻഷനറി പോളിസി അല്ലേ? അപ്പോ എക്സ്പാൻഷനറി പോളിസി ആയിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ ഇത്? സോ നോട്ട് ടു ഡു ചോദിച്ച സമയത്ത് അത് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. നെക്സ്റ്റ് വൺ, ഇൻക്രീസ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. എന്താണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്? റിപ്പോ റേറ്റ് നമുക്ക് ഈ പറയുന്ന പോലെ റിപ്പോ റേറ്റിന്റെ സമയത്ത് വി ഹാവ് ടു പ്ലഡ്ജ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ആ സെക്യൂരിറ്റീസ് പ്ലഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ SLRയിൽ നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പ്ലഡ്ജ് ചെയ്തിട്ട് നമ്മൾ ബാങ്കിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുന്നു. ആ ക്യാഷ് മേടിക്കുന്ന റേറ്റ് അത് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആൾക്കാർക്ക് കൊടുക്കുന്ന മാർക്കറ്റിൽ കൊടുക്കുന്ന റേറ്റും കൂട്ടും. ഫോർ എക്സാമ്പിൾ, അത് ഒരു 6 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ബാങ്ക് വിൽ ബി ഗിവിംഗ്, ആ ഒരു ബാങ്ക് കിട്ടുന്ന എമൗണ്ട് കൊടുക്കുന്നത്, അതായത് ആൾക്കാർക്ക് ലോൺ ആയിട്ട് കൊടുക്കുന്ന 8%-9% ആയിരിക്കും. ഇന്നലെ വരെ 7% ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് 9% ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ ലോൺ എടുക്കുന്ന കുറയ്ക്കും. അപ്പൊ എന്താ? ഓട്ടോമാറ്റിക് ആയിട്ട് മാർക്കറ്റിൽ മണി സപ്ലൈ കുറയും. ഓക്കെ, സോ മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. സോ എക്സ്പാൻഷനിസ്റ്റ് പോളിസിയിൽ ചെയ്യില്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ദ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ക്യാൻ ബി ഇൻക്രീസ്. നെക്സ്റ്റ് വൺ എന്താ? ദ ബാങ്ക് റേറ്റ് ആൻഡ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ മണി, അതായത് ബാങ്കുകൾക്ക്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ക്യാഷ് ഫ്രം ദ RBI വിൽ ബി അവൈലബിൾ ഈസിലി. മുമ്പത്തേക്കാളും ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. കാരണം എന്താ? കുറച്ച് റേറ്റ് കൊടുത്താൽ മതി. നേരത്തെ വരെ 5% റിപ്പോ റേറ്റ് കൊടുത്തോണ്ടിരുന്ന സാധനം ഇന്ന് 3% കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വിൽ ടേക്ക് മോർ മണി ഫ്രം ദ RBI. അത് കഴിഞ്ഞതിന് ശേഷം ബാങ്ക് ഇതുവരെ 7% ആൾക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് അവർ 6% കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേനും മോർ പീപ്പിൾ വിൽ ബി ടേക്കിംഗ് ലോൺസ്. ആ പൈസ എല്ലാം എങ്ങോട്ട് പോകും? മാർക്കറ്റിലോട്ട് പോകും. സോ അതും ഒരു എക്സ്പാൻഷനിസ്റ്റ് മോണിറ്ററി പോളിസിയിൽ ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഡസന്റ് കംസ് ഹിയർ. സോ ദ ആൻസർ കംസ് ടു 2 only. Okay, I hope you understood that. So let's go to the next news. JanViswas 2.0 is all about trust based compliances. അപ്പൊ എന്താണ് JanViswas 2.0 എന്ന് പറയുന്ന ബില്ലിനെ കുറിച്ച് വന്നിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് അതിന്റെ എഡിറ്റോറിയലിൽ പറയുന്നത്. എന്താണ്? India to recalibrate the balance between enforcement and facilitation and to embed trust as a central pillar of the regulatory framework.
അതായത് ഈ ഒരു എൻഫോഴ്സ്മെന്റിനകത്ത് ക്രിമിനലൈസേഷൻ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ട്രസ്റ്റിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഓവർ റിലയൻസ് ഓൺ ക്രിമിനൽ സാങ്ഷൻസ് ടുവേർഡ്സ് എ മോർ പ്രൊപ്പോർഷനേറ്റ് പ്രഡിക്റ്റബിൾ ആൻഡ് ഫെസിലിറ്റേറ്റീവ് അപ്രോച്ച് ടു കംപ്ലയൻസസ്. അതായത് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ക്രിമിനലൈസേഷൻ അല്ലെങ്കിൽ ക്രിമിനൽ സാങ്ഷൻസിന് കൊടുത്തിരുന്ന ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് വി ആർ ചേഞ്ചിങ് ഇറ്റ് ടു പ്രൊപ്പോർഷനേറ്റ് പ്രഡിക്റ്റബിൾ ആൻഡ് ഫെസിലിറ്റേറ്റീവ് അപ്രോച്ച് കംപ്ലയൻസ് എന്നുള്ള രീതിയിലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മുമ്പ് നമ്മൾ ചെയ്തിരുന്നത്? ഡീക്രിമിനലൈസേഷൻ ഓഫ് മൈനർ ബിസിനസ് റിലേറ്റഡ് അതായത് ഈ പറയുന്ന സാധനങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനാണെങ്കിലോ ഈസ് ഓഫ് ലിവിങ്ങിനാണെങ്കിലോ മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ക്രിമിനലൈസേഷൻ, അതായത് പ്രിസൺ ടേംസ് കൊടുത്തിരുന്ന പരിപാടി മാറ്റി ഫൈൻസ് മാത്രം എന്നുള്ള രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്? ടു റാഷണലൈസ് കംപ്ലയൻസ് റിക്വയർമെന്റ്സ്, എൻഹാൻസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഫോസ്റ്റർ എ റെഗുലേറ്ററി കൾച്ചർ ദാറ്റ് പ്രൊമോട്ട്സ് വോളണ്ടറി കംപ്ലയൻസസ് റാദർ ദാൻ ഫിയർ ഡ്രിവൺ അഡ്ഹറൻസ്. എന്തൊക്കെയാണ്? കംപ്ലയൻസ് റിക്വയർമെന്റ്സ് കുറച്ചും കൂടെ റാഷണലൈസ് ചെയ്യുക, അതുകൂടാതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കുക, അതുകൂടാതെ ഈ പറയുന്ന റെഗുലേറ്ററി കൾച്ചറിൽ നിന്ന് വോളണ്ടറി കംപ്ലയൻസ് എന്നുള്ള രീതിയിലോട്ട് ഈ പറയുന്ന ബിസിനസ്സുകളൊക്കെ പോകുന്ന രീതിയിൽ ചെയ്യാം. എക്സസീവ് ക്രിമിനലൈസേഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് പ്രൊസീജിയറൽ ലാപ്സസ് ഹാഡ് ക്രിയേറ്റ് കംപ്ലയൻസ് ആൻസിറ്റി ആൻഡ് ഡിസ്കറേജ് എന്റർപ്രിനർഷിപ്പ് ആൻഡ് ഡൈവേർട്ടഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ റിസോഴ്സസ് ഫ്രം മോർ സീരിയസ് വയലേഷൻസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന പോലെ എക്സസീവ് ആയിട്ടുള്ള ക്രിമിനലൈസേഷൻ കൊണ്ടുവരുമ്പോഴത്തേനും അത് വെറും പ്രൊസീജിയർ ലാബ്സിനോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ നോ ഹൗ ഇല്ലാത്തതുകൊണ്ടോ ആവുമ്പോഴത്തേനും നമുക്കത് ആങ്സൈറ്റിയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ആങ്സൈറ്റി വരുമ്പോഴത്തേനും ഓൺടർപ്രിനർഷിപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ അതിനെക്കുറിച്ചാണ് ഈ ന്യൂസ് പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ജൻവിശ്വാസ് 2.0 ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ജൻവിശ്വാസ് ഇത് തുടങ്ങിയത് 2023 ജൻവിശ്വാസ് അമെൻമെന്റ് ഓഫ് പ്രൊവിഷൻസ് ആക്ട് 2023 മുതലാണ്. ഓക്കെ, അതെന്തൊക്കെയാണ് ചെയ്തത്? ഈ പറയുന്ന മൈനർ ആയിട്ടുള്ള 183 പ്രൊവിഷൻസും 42 സെൻട്രൽ ആക്ടും എന്ത് ചെയ്തു? അത് അമെൻഡ് ചെയ്തു. അതിനുശേഷം മൈനർ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്രിമിനലൈസേഷൻസ് എല്ലാം കുറച്ചു. ഇനി ഇതിനുശേഷം എന്ത് പറ്റി? 2026 എ ബിൽ കെയിം വിച്ച് ഈസ് കോമൺലി നോൺ ആസ് ജൻവിശ്വാസ് 2.0. അത് ഇതിനകത്ത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തു. എന്തൊക്കെയാണ്? ദ ബിൽ പ്രൊപ്പോസസ് അമെൻമെന്റ് ടു 784 പ്രൊവിഷൻസ് അക്രോസ് 79 സെൻട്രൽ ആക്ട്സ് അഡ്മിനിസ്ട്രേഡ് ബൈ 23 മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ഡീക്രിമിനലൈസേഷൻ ഓഫ് 717 പ്രൊവിഷൻസ്. 717 പ്രൊവിഷൻസ് ഡീക്രിമിനലൈസ് ചെയ്തു. ഓക്കെ, സോ അതിന്റെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് 1-2 പ്രൊവിഷൻസ് ഉണ്ട്. നമ്മൾ റോഡിൽ വെച്ചിട്ട് പശുവിനെ പല്ല് കറന്നു കഴിഞ്ഞാൽ അതെല്ലാം ക്രിമിനൽ കേസ് ആണെന്നുള്ള രീതിയിലുള്ള പ്രൊവിഷൻസ് ഒക്കെ ഇതിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒബ്സല്യൂട്ട് ആയിട്ടുള്ള പ്രൊവിഷൻസ് എടുത്തു കളയുക എന്നുള്ളൊരു പരിപാടിയും കൂടെ ജൻവിശ്വാസ് 2.0 ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഫോർ മെനി കേസസ് ദ ക്രിമിനൽ ലയബിലിറ്റി ഈസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ടു ദ ക്രൈം കമ്മിറ്റഡ്. അങ്ങനെയുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. ഇതിനൊക്കെ പുറമെ പണ്ടത്തെ കാലത്തെ രീതി വെച്ചിട്ടായിരുന്നു ഫൈൻസ് വെച്ചിരുന്നത്, വിച്ച് വാസ് വെരി സ്മോൾ. ഓക്കെ, അത് നെഗ്ലിജിബിൾ ആയിരുന്നു. ആ സാധനം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തു, എന്നിട്ട് ഈ ക്രിമിനൽ കേസ് മാറ്റി. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതുവരെ പ്രൊസീജിയർ ലാബ്സിനും അതായത് മൈനർ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്കും എന്ത് ചെയ്തു? വളരെ വലിയ ശിക്ഷാവിധി ഉണ്ടായിരുന്നു. ലൈക്ക് ഡിലേസ് ഇൻ ഫയലിംഗ്, ഡോക്യുമെന്റേഷൻ ഗ്യാപ്സ് ഓർ ക്ലറിക്കൽ എറേഴ്സ് ദാറ്റ് ഡിഡ് നോട്ട് വാറന്റ് ക്രിമിനൽ പ്രോസിക്യൂഷൻ. അതെല്ലാം എടുത്തു മാറ്റി. ഓക്കെ, ഇനി അലോങ് വിത്ത് ദാറ്റ് ഈ ഫസ്റ്റ് ജൻവിശ്വാസ് ബില്ല് വന്നപ്പോൾ തന്നെ ദർവാറെ എന്താ പറയുന്നത്, ഈ ഇൻഡസ്ട്രീസിന്റെ കീഴിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ അടുത്ത് നിന്ന് നമുക്ക് വേറൊരു ആവശ്യം വന്നിരുന്നു. ദാറ്റ് വാസ് എ പെർസിസ്റ്റന്റ് ഇൻഡസ്ട്രി റെക്കമെൻഡേഷൻ ഹാസ് ബീൻ മൂവ്ഡ് അവേ ഫ്രം കോർട്ട് ഇമ്പോസ്ഡ് ഫൈനിൽ നിന്ന് സിസ്റ്റം ഓഫ് റെഗുലേറ്ററി പെനാൽറ്റീസ് അഡ്മിനിസ്ട്രേഡ് ബൈ എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് with clear rules, proportionality and time-bound resolution. The CAA has also stressed the need for the retrospective application of decriminalization reforms covering cases currently pending in criminal courts. The Janvishwas 2.0 seems to address these long-standing concerns. അതായത് ഈ ഫൈൻ അടിക്കുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ജുഡീഷ്യറിയുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി അത് എക്സിക്യൂട്ടീവ്സ് ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. എക്സിക്യൂട്ടീവ്സ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യണം? പ്രൊപ്പോർഷണാലിറ്റിയും ടൈം ബൗണ്ട് റെസൊല്യൂഷൻ, ക്ലിയർ റൂൾസ് എന്നിവ കൂടെ ഫോക്കസ് ചെയ്യണം. അത് മാത്രമല്ല ഈ സാധനം റിട്രോസ്പെക്റ്റീവ് ആയിട്ട് വരണം. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാലോ, ഒന്ന് ജുഡീഷ്യൽ ബേർഡൻ ഭയങ്കര കാര്യമായിട്ടുണ്ട്, ജുഡീഷ്യലി ബാക്ക്ലോഗിന്റെ ബേർഡൻസ് ഭയങ്കര കാര്യമായിട്ടുണ്ട്. അതുകൂടാതെ ജുഡീഷ്യറിയുടെ എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ടൈം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്രയും ടൈം വരുമ്പോഴത്തേനും ഈ പറയുന്ന ബിസിനസ് എൻവയോൺമെന്റ് അനിശ്ചിതത്വത്തിലായിക്കൊണ്ടിരിക്കും. ഇറ്റ് വിൽ അഗൈൻ അഫക്ട് ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അഫക്ട് ചെയ്യും. സോ ആ ഒരു കാര്യത്തിന് പകരമായിട്ട് ഇത് എക്സിക്യൂട്ടീവ്സിന്റെ കൈ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡൺ വിത്ത് ദ എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ അവിടെ നടക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് മാത്രം ജുഡീഷ്യറിയിലോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് 2 യൂസ് ഉണ്ട്. ഒന്ന്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബെറ്റർ ആവുകയും ചെയ്യും. 2, ജുഡീഷ്യൽ ബാക്ക്ലോഗ്സ് ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ ആ ജുഡീഷ്യറിയുടെയും ബാക്കിയുള്ള കാര്യങ്ങളും എഫേർട്സും ഹ്യൂമൻ റിസോഴ്സും എല്ലാം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസിൽ വി ക്യാൻ ഫോക്കസ്. എന്തൊക്കെയാണ്? ലൈക്ക്
പബ്ലിക് ഇൻട്രസ്റ്റ്, സേഫ്റ്റി, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഓർ നാഷണൽ പ്രയോറിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഈ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ? ഇൻക്ലൂഡിംഗ് വാർണിംഗ്സ് ആൻഡ് ലോവർ പെനാൽറ്റീസ് ഫോർ ഫസ്റ്റ് ടൈം ഓർ മൈനർ വയലേഷൻ. Such measures should reduce regulatory uncertainty and boost confidence, especially for micro, small and medium enterprises. നമുക്കറിയാമല്ലോ, നമ്മുടെ എക്കോണമിക്കകത്ത് ഒരു മേജർ പാർട്ടും മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ് പോയിരിക്കുന്നത്. അവർക്ക് എത്രത്തോളം ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ കുറിച്ച് അറിയുന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സിന് വാർണിംഗ് അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള വയലേഷൻസിന് പെനാൽറ്റി അതൊക്കെ കൊടുക്കുമ്പോഴത്തേനും ഇറ്റ് വിൽ എയ്ഡ് ദം. അത് നമ്മുടെ ഇന്ത്യയുടെ വികസിത് ഭാരത് എന്നുള്ള ഒരു സാധനത്തിന് മുതൽക്കൂട്ടായിരിക്കും എന്നാണ് പറയുന്നത്. Along with that, as I said, എന്താണ്, ഏകദേശം 50 million cases are pending in the court, many for minor procedural technical violation. ഈ സാധനങ്ങൾ മൊത്തം എടുത്ത് എക്സിക്യൂട്ടീവിലോട്ട് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് വരുന്ന സമയത്ത് മാറ്റി കഴിയുമ്പോഴത്തേനും അത്രയും ജുഡീഷ്യറി ക്ലിയർ ആവുക. ദാറ്റ് എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബെറ്റർ തിങ്സ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ന്യൂസ്. നെക്സ്റ്റ് ന്യൂസ് സേസ് അബൌട്ട് ദ തെർമൽ കോസ്റ്റ് ഓഫ് ഇന്ത്യാസ് ടെക്സ്റ്റൈൽ സർച്ച്. അപ്പൊ എന്താണ് ഈ തെർമൽ കോസ്റ്റ് ഓഫ് ഇന്ത്യാസ് ടെക്സ്റ്റൈൽ സർച്ച്? ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസീനോ ഇപ്പൊ ബംഗ്ലാദേശിലാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേനും ടെക്സ്റ്റൈൽ, നമുക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു ടെക്സ്റ്റൈലിനകത്തുണ്ടായിരുന്ന മോണോപോളി ഇപ്പൊ ബംഗ്ലാദേശിലൊക്കെ എക്കണോമിക്കൽ ലേബർ ആയതുകൊണ്ട് അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ നടക്കുന്ന ഇന്റേണൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കാരണം ഈ സാധനങ്ങളെല്ലാം ഇന്ത്യയിലോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിലോട്ട് തിരിച്ചു വരുമ്പോൾ മോസ്റ്റ്ലി വീനോ ഈ തിരുപ്പൂർ ആണെങ്കിലോ ബാംഗ്ലൂർ ആണെങ്കിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് തിരിച്ചു വരുന്നത്. പക്ഷേ അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, ഒരു തെർമൽ കോസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന തെർമൽ ആയിട്ടുള്ള ഹീറ്റ് ഒരു ടോൾ എടുക്കുന്നുണ്ട് ആൾക്കാരിൽ. അപ്പോൾ ഒരു റിഗ്രസീവ് ടാക്സ് ആയിട്ട് ഈ തെർമൽ കോസ്റ്റ് വരുന്നുണ്ടെന്നാണ് നമ്മുടെ ഓദർ പറയുന്നത്. എ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി റോക്സ് ട്രഡീഷണൽ ഹബ്സ് സച്ച് ആസ് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ബയേഴ്സ് ആർ pivoting towards Indian textile clusters. Tirupura and Bangalore take on these surge orders. They are walking into a thermodynamic crisis they haven't budgeted for. ഒരു thermodynamic crisis ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നത്. എന്താണ് ഈ thermodynamic crisis എന്ന് പറയാം? Between 2001 and 2020, India lost an estimated 259 billion labor hours annually due to heat stress and productivity hemorrhage exceeding 600 billion each year. $600 billion each year. In 2024 alone, that loss spiked to as high as 247 ബില്യൺ അവേഴ്സ്. എന്താണ്, ചൂട് കൂടുന്ന കാരണം മനുഷ്യന്മാരുടെ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറയുന്നത് കാരണം 2001 മുതൽ 2021 വരെ 259 ബില്യൺ ലേബർ അവേഴ്സ് ആണ് നമുക്ക് ലോസ്റ്റ് ആയെന്നാണ് പറയുന്നത്. അതിന്റെ തന്നെ മോണിറ്ററി ടേംസ് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് $600 ബില്യൺ നമ്മൾ എന്താണ് ഈച്ച് ഇയർ ഇതിനു വേണ്ടിയിട്ട് കളയുന്നുണ്ട്. 2024 മാത്രം 247 ബില്യൺ അവേഴ്സ് ആണ് ഈ പറയുന്ന തെർമോഡൈനാമിക് ക്രൈസിസിന് നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, 2030 ഇന്ത്യ ഇസ് പ്രൊജക്റ്റഡ് ടു ലോസ് 5.8% ഓഫ് ഡെയിലി വർക്കിംഗ് അവേഴ്സ് ടു എക്സ്ട്രീം ഹീറ്റ്. അപ്പൊ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ സ്റ്റഡീസ് കൺഫേം ദാറ്റ് 33 to 34% ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എ വർക്കേഴ്സ് കപ്പാസിറ്റി ഈസ് എഫക്റ്റീവ്ലി ഹാഫ്. എന്താണ് പറയുന്നത്? അതായത് 33 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കപ്പാസിറ്റി, വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി 50% കുറയും. അതുകൂടാതെ റിസർച്ച് പബ്ലിഷ്ഡ് ബൈ ജേർണൽ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ഇൻ 2021, ആനുവൽ ഔട്ട്പുട്ട് ഫാൾസ് ബൈ 2% പെർ ഡിഗ്രി സെൽഷ്യസ്. എന്താണ്, പെർ ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആനുവൽ ഔട്ട്പുട്ട് 2% കുറയും. ഓൺ ഇൻഡിവിജ്വൽ ഹോട്ട് ഡേയ്സ് ഡിക്ലൈൻ റീച്ചസ് 4%. അതായത് മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2%, അതുകൂടാതെ ഇൻഡിവിജ്വൽ ഹോട്ട് ഡേയ്സിൽ 4% കുറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വിച്ച് എംപ്ലോയ്സ് 45 million people and controls 39% of global cotton cultivation, the crisis has led to operational collapse. അപ്പൊ അത്രയധികം പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് അഡ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഓപ്പറേഷണൽ കൊളാപ്സ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതിന് പുറമെ ഒരു കാര്യവും കൂടെ ഉണ്ട്. ആൾക്കാരുടെ എഫിഷ്യൻസി പോകുന്നതിന്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സ് ആർ നോട്ട് ഡിസൈൻ ഫോർ കൺസിസ്റ്റന്റ്ലി ഇത്ര ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതല്ല. സോ അതിനകത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ് ഡിസൈൻ ഫോർ മോർ ടെമ്പറേറ്റ് ബേസ് ലൈൻസ് frequently overheat leading to sudden operational shutdowns and technical failures that derail tight production schedule. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനൊക്കെ പുറമെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിലും ഗ്ലോബൽ കമ്പനീസ്, ഗ്ലോബൽ ആയിട്ടുള്ള കമ്പനീസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ വോഗ് അങ്ങനെയുള്ള കമ്പനീസ് ഒക്കെയാണ് നമ്മുടെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഷർട്ട്സിനും ഡ്രസ്സിനും എല്ലാം വന്നിട്ട് ഓർഡർ തരുന്നത്. അവര് ചെറുതായിട്ട് തന്നെ ഡേറ്റ് മാറിപ്പോയാൽ തന്നെ നല്ല ഫൈൻസ് ആണ് ഇതിന്റെ മേലെ വെക്കുന്നത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് ആർക്കാണ് പണിയായിട്ട് വരുന്നത്? പാവപ്പെട്ട തൊഴിലാളികൾക്ക്. കാരണം അവര് ഈ പറയുന്ന ഇത്ര ഹീറ്റിനകത്തും
വർക്ക് ചെയ്ത് അവരുടെ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഡ് ആവുകയാണ്. ഓക്കെ, ഇനി എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ? പോളിസി മേക്കേഴ്സ് മസ്റ്റ് റെക്കഗ്നൈസ് ഹീറ്റ് സ്ട്രെസ് ആസ് എ സപ്ലൈ ചെയിൻ റിസ്ക് ആൻഡ് ഇന്റഗ്രേറ്റ് ക്ലൈമറ്റ് ഹീറ്റ് പ്രൊജക്ഷൻ ഇൻടു ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് ട്രേഡ് അഗ്രിമെന്റ്സ്. പോളിസി ലെവലിൽ ഈ സാധനം ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന സാധനം സപ്ലൈ ചെയിൻ റിസ്ക് ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കണം. ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് മസ്റ്റ് അഡോപ്റ്റ് മാൻഡേറ്ററി ഹീറ്റ് ആക്ഷൻ പ്ലാൻസ് വിത്ത് എൻഫോഴ്സബിൾ ടെമ്പറേച്ചർ ത്രെഷോൾഡ്സ്, കൂളിംഗ് ബ്രേക്സ് ആൻഡ് വർക്കേഴ്സ് ഹെൽത്ത് അസസ്മെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് എല്ലാം കമ്പനീസ് കൊടുക്കണം. ഫൈനാൻസിങ് മെക്കാനിസം മസ്റ്റ് ബി റിഫോംഡ്. ബാങ്ക്സ് മസ്റ്റ് ഇൻകോർപ്പറേറ്റ് ക്ലൈമറ്റ് റിസ്ക് ഇൻടു ലോൺ അസസ്മെന്റ്. ഗവൺമെന്റ് മസ്റ്റ് ഓഫർ കൺസെഷണൽ ക്രെഡിറ്റ് ലൈൻസ്. എന്തൊക്കെയാണ്? ബാങ്ക്സ് അവർ ലോൺ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഹീറ്റ് സ്ട്രെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യം കൂടെ ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് ലോൺ കൊടുക്കണം. അതുകൂടാതെ ഗവൺമെന്റ് ആണെങ്കിലും കുറച്ചും കൂടെ ക്രെഡിറ്റ് ലൈൻസിൽ, അതായത് ഫോർ കൂളിംഗ് ദ പ്രെമിസസ്, അവർ ഇൻഡസ്ട്രീസ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സബ്സിഡി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ലേബർ പ്രൊട്ടക്ഷൻ കോഡ്സ് മസ്റ്റ് ബി സ്ട്രെങ്തൻഡ് ടു അഡ്രസ് ഹീറ്റ് സ്ട്രെസ് എക്സ്പ്ലിസിറ്റ്ലി. നമുക്കറിയാലോ, ഇപ്പൊ 4 ലേബർ കോഡ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന സാധനം കൂടെ അഡ്രസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Innovation must be driven through targeted research and development grants for wearable cooling technologies, heat tolerant cotton varieties and energy efficient manufacturing process. എന്താണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞത്? എവിടെയൊക്കെ? വെയറബിൾ ആയിട്ടുള്ള കൂളിംഗ് ടെക്നോളജീസിൽ, പിന്നെ കോട്ടൺ വെറൈറ്റി, ഹൈ ടോളറന്റ് ആയിട്ടുള്ള കോട്ടൺ വെറൈറ്റീസിൽ, എനർജി എഫിഷ്യന്റ് മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ചും കൂടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം. ഇതിനൊക്കെ പുറമെ ഒരു കാര്യം കൂടെ വേണം, ഇന്റർനാഷണൽ ബയേഴ്സ്. ഓക്കെ, അവരും ഇതിന്റെ ഒരു ബ്രണ്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ? കാരണം അവരും ഇതിന്റെ ഒരു പാർട്ടാണ്. സോ ദേ ഓൾസോ ഹാവ് ടു പ്രൊഡ്യൂസ് സം കൈൻഡ് ഓഫ് വാട്ട് യു സേ അഡാപ്റ്റേഷൻ കോസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ്. അൺമാൻഡ് സ്പേസ് മിഷൻ ലോഞ്ച് ഡേറ്റ് ടു ബി ഔട്ട് സൂൺ. Over 4,600 objects placed in orbit in 2025 after 315 space launches report. ഈ 2 ന്യൂസുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ ഇതിനകത്ത് 1-2 ഇൻഫർമേഷൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് വൺ എന്താ? അൺമാൻഡ് സ്പേസ് മിഷൻ. റിഗാർഡിംഗ് ഗഗൻയാൻ എന്നുള്ള കാര്യത്തിന്റെ അൺമാൻഡ് സ്പേസ് മിഷൻ എന്ന് പറയുന്ന സാധനം, അത് ആക്ച്വലി 2026 നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലായിരുന്നു ഡിസൈഡ് ചെയ്തിരുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡോക്കിംഗ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് അതൊക്കെ നടന്നല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക. അതുകൂടാതെ ഇന്ത്യൻ സ്പേസ് സിറ്റുവേഷണൽ അസസ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് ഉണ്ട്. ഇന്ത്യൻ സ്പേസ് സിറ്റുവേഷണൽ അസസ്മെന്റ് റിപ്പോർട്ട്. അത് പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 315 സക്സസ്ഫുൾ സ്പേസ് ലോഞ്ച് പ്രകാരം 4651 ഒബ്ജക്ട്സ് ഗ്ലോബലി സ്പേസിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് 2025 ഏറ്റവും കൂടുതൽ പേലോഡ്സ് പോയിരിക്കുന്നതെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഇന്ത്യയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ എന്താ? 8 സാറ്റലൈറ്റ്സ് വെർ ലോഞ്ച്ഡ് ആൻഡ് 4 റോക്കറ്റ് ബോഡീസ് വെർ പ്ലേസ്ഡ് ഇൻ ഓർബിറ്റ്. നമ്മുടെ മൊത്തമായിട്ട് ഇന്ത്യൻ സ്പേസ് അസറ്റ്സ് 2025 8 സാറ്റലൈറ്റ്സ് വിട്ടിട്ടുണ്ട്. അതിനകത്ത് 4 റോക്കറ്റ് ബോഡീസ് വെർ പ്ലേസ്ഡ് ഇൻ ഓർബിറ്റ്സ്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 86 ഇന്ത്യൻ സാറ്റലൈറ്റ്സ് ഇൻ ഓർബിറ്റ് ഉണ്ട്. അതിനകത്ത് 27 ഓപ്പറേഷണൽ ഉള്ളൂ. 86 സാറ്റലൈറ്റ്സ് ഓർബിറ്റിൽ ഉള്ളതിൽ 27 ഓപ്പറേഷണൽ ഉള്ളൂ. 23 ഡിഫക്റ്റ് ആണ്. ഓക്കെ, അതിനകത്ത് 36 ഡീക്കേഡ് ആണ്. അതായത് അതിന്റെ ലൈഫും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതുകൂടാതെ റോക്കറ്റ് ബോഡീസിനകത്ത് 3 ലോഞ്ച് വെഹിക്കിൾസ് മാർക്ക് 3 LVM-3 ആർ സ്റ്റിൽ ഇൻ ഓർബിറ്റ് ആൻഡ് 5 ആർ ഡീക്കേഡ്. 5 ഡീക്കേ ചെയ്തു. 4 small satellite launch vehicles are decayed. 4 geosynchronous satellite launch vehicles are in orbit and 10 have decayed. 42 polar satellite launch vehicles are in orbit and 19 have decayed. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ് ഡീക്കേ ചെയ്ത് ഇത്ര എണ്ണം ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, 86 ഉണ്ടെങ്കിൽ അതിനകത്ത് 27 മാത്രമേ ഇപ്പോൾ ഓപ്പറേഷൻ ആയിട്ടുള്ളൂ. ഇൻക്ലൂഡിങ് IRNSSന്റെ കുറച്ചു കാലം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിനകത്തെ ക്ലോക്കിനകത്ത്, അറ്റോമിക് ക്ലോക്കിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം 3 മാത്രമേ ഇപ്പോൾ ഓപ്പറേഷണൽ ആയിട്ടുള്ളൂ. സോ ദാറ്റ് ഷോസ് അതൊരു ക്രൈസിസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി ഇതിന്റെ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു സാധനം, കെസ്ലേഴ്സ് സിൻഡ്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ പറയുന്ന സ്പേസിലുള്ള ഡെബ്രിസുകൾ ഒന്നിന് പുറമെ ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ദാറ്റ് അതിന്റെ ഡെബ്രിസ് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലോട്ട് റീച്ച് ചെയ്തതിന് ശേഷം അത് എർത്തിലോട്ട് റീച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള തിയറിയാണ് ഈ കെസ്ലേഴ്സ് സിൻഡ്രം. സോ ഇത്രയധികം സ്പേസ് ഡെബ്രിസ് വരുന്നത് ഗ്ലോബലി എത്രത്തോളം പ്രശ്നമാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കണം. And the report also said that 563 and 519 orbital maneuvers were carried out in low Earth orbit and geostationary orbit. 14 collision avoidance measures were carried out in low Earth orbit along with 4 in geostationary orbit. മനസ്സിലായല്ലോ? അതായത് കൊളീഷൻ അവോയ്ഡൻസ് അറേഞ്ച്മെന്റും ഇതിനൊപ്പം ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഷുഡ് ബി റെഡ് വിത്ത് ഈ പറയുന്ന കെസ്ലേഴ്സ് സിൻഡ്രം എന്ന് പറയുന്ന സാധനമായിട്ട് വായിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ന്യൂസ്. ഇനി പറയാൻ പോകുന്നത് ഇന്നത്തെ ന്യൂസ് ആണ്.
ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം റഫറൻസ് ഫെസിലിറ്റി ടു ബി ലോഞ്ച്ഡ് ഇൻ ആന്ധ്രാപ്രദേശ്. അതായത് ക്വാണ്ടം റഫറൻസ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ ടെസ്റ്റിങ്ങും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി ആന്ധ്രാപ്രദേശിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെസ്റ്റ് ബെഡ്സ് കോൾഡ് ക്വാണ്ടം റഫറൻസ് ഫെസിലിറ്റി ടു കം ഇൻ ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ടെക്നോളജി എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു ടെക്നോളജി refers to a class of technologies that leverage the principles of quantum mechanics to perform computation and achieve capabilities not possible with the traditional technology. നമുക്കറിയാലോ കമ്പ്യൂട്ടർ ടെക്നോളജി എന്ന് പറയുമ്പോൾ ബൈനറി ആണ്. either the value can be 0 or 1. പക്ഷേ ക്വാണ്ടം ടെക്നോളജി അങ്ങനെയുള്ള കാര്യത്തിലോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു പറയുന്ന ഫോട്ടോന്റെ വാല്യൂ ഫ്രം 0 to 1 ക്യാൻ ബി എനി വാല്യൂ. അപ്പോൾ ഒരു സ്പെക്ട്രം ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേനും ഒരൊറ്റ ക്ലാസിക് കമ്പ്യൂട്ടർ ചെയ്യുന്ന കാര്യങ്ങളിൽ പാരലൽ ആയിട്ട് പല ക്ലാസിക് കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്ന പോലെ ഒരൊറ്റ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ടെക്നോളജി അല്ലെങ്കിൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന സാധനമാണ് അടുത്ത നമ്മൾ അറിയേണ്ടത്. ക്യൂബിറ്റ്സ് എന്നാണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി പറയുന്നത്. ക്യാൻ എക്സിസ്റ്റ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ, മീനിങ് ദേ ക്യാൻ റെപ്രസെന്റ് ബോത്ത് 0 and 1 simultaneously. അതുകൊണ്ടാണ് ഒരു സ്പെക്ട്രം ആയിരിക്കും എന്ന് പറയുന്നത്. ദ യൂണിക് പ്രോപ്പർട്ടി അലോസ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഇൻ തിയറി ടു പെർഫോം കമ്പ്യൂട്ടേഷൻ ആസ് ഇഫ് മൾട്ടിപ്പിൾ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ആർ വർക്കിംഗ് ഇൻ പാരലൽ. മറ്റേ ബൈനറി ആയിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു സ്പെക്ട്രം ഓഫ് വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് പാരലൽ ആയിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട വേറെ സാധനമാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. Quantum entanglement occurs when two qubits exist in a shared quantum state, such that a change in the state of one qubit instantaneously affects the other, regardless of the distance between them. അതായത് ഒരു ക്യൂബിറ്റിന്റെ റൊട്ടേഷൻ അങ്ങോട്ട്, അതായത് രണ്ടുപേരും എന്താ പറയുന്നത് ഓപ്പോസിറ്റ് റൊട്ടേഷൻ ആയിരിക്കും. സോ അതിന്റെ ഒരെണ്ണത്തിന്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്താൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും മറ്റേതിനെ ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു സാധനം എന്തിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി. നമുക്കറിയാലോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു കീയും ഉണ്ടാവും, ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മെസ്സേജ് വായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്താ പറയുന്നത് ഈ ഒരു സാധനത്തിന്റെ സേഫ്റ്റിക്ക് ഭയങ്കര അത് ക്രൈസിസ് ഉണ്ടാവുന്ന കേസസ് ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന കീ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വേറെ പല രീതികളിൽ ഈ ഒരു ഇൻഫർമേഷൻ ഡീക്രിപ്റ്റ് ചെയ്യുന്ന പരിപാടികളുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് വെച്ച് ഡീക്രിപ്ഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോസ്റ്റ് സേഫസ്റ്റ് മെത്തേഡ് റൈറ്റ് നൗ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. Quantum cryptography strengthens the cyber security by creating encryption that is theoretically unbreakable, safeguarding sensitive data from decryption capabilities of future quantum computers. Okay, next news. Nari Shaktis, India's defining reforms for the next decade. ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം വുമൻസ് എംപവർമെന്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റ്സ് മൊത്തം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു അവസാന സ്റ്റെപ്പാണ് നാരി ശക്തി ബിൽ എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ 33% എന്താ പറയുന്നത് ഇവർക്ക് റിസർവേഷൻ കൊടുക്കുന്ന ബില്ല് എന്നാണ് ഓദർ പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വുമൺ എംപവർമെന്റ് മെഷേഴ്സ് എന്ന് നമുക്ക് നോക്കാം. More than 57 crore bank accounts have been opened under the PM Jan-Dhan Yojana, with over 55% held by women. Nearly 10 crore women organized into 90 lakh self-help group are now driving grassroots entrepreneurship and local economic resilience. SHG-ക്കകത്ത് almost 10 crore women എത്തിയിട്ടുണ്ട്. പിന്നെന്താ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന has reached over 10.5 crore households, reducing health risk and freeing women from time-intensive labor. പണ്ട് വിറക് കത്തിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഈ പറയുന്ന ഗ്യാസ് വന്ന സമയത്ത് അവരെ ടൈം ഇന്റൻസീവ് ലേബറിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. പക്ഷെ അതിന്റെ ഒരു ഡൗൺ സൈഡും കൂടെ ഉണ്ട്. കാരണം ഇപ്പൊ ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് വന്നപ്പോഴത്തേന് LPG ആണ് ഏറ്റവും കൂടുതൽ എഫക്ട് ആയത്. മോർ ഓവർ ആക്സസ് ടു ക്രെഡിറ്റ് ഹാസ് എക്സ്പാൻഡഡ് വിത്ത് ക്ലോസ് ടു 70% ഓഫ് മുദ്ര ലോൺസ് ഗോയിങ് ടു വുമൺ ഓണ്ടർപ്രണേഴ്സ്. അതായത് വുമൺ ഓണ്ടർപ്രണേഴ്സിന് 70% ഓഫ് ദ മുദ്ര ലോൺസ് പോകുന്നുണ്ട്. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഹാസ് റൈസൺ ടു നിയർലി 37%, റിവേഴ്സിംഗ് എ ലോങ് സ്റ്റാൻഡിംഗ് ഡിക്ലൈൻ. ഓൾമോസ്റ്റ് 37% ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഹെൽത്ത് കെയറിലാണെങ്കിലും ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഹെൽത്ത് കെയറും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡെലിവറിയും ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ക്രിട്ടിക്കൽ ലൈഫ് സ്റ്റേജിൽ അവർ വൾണറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം ഹാവ് ബിഗൺ ടു ഷിഫ്റ്റ് ഡീപ്ലി എംബഡഡ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സും ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ്? എൻറോൾമെന്റ് ഈസ് അൺഈവൺ. ലാസ്റ്റ് മൈൽ ഡെലിവറി കണ്ടിന്യൂസ് ടു ഡിപ്പെൻഡ് ഓൺ ലോക്കൽ കപ്പാസിറ്റി. ലോക്കൽ കപ്പാസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി വരുന്നത്. അതുകൂടാതെ
അപ്പൊ ഇതിന് എന്താണ് വേണ്ടത്? ഡിസ്ട്രിക്ട് ലെവൽ ഓണർഷിപ്പ്, ഡാറ്റ ഡ്രിവൺ മോണിറ്ററിംഗ് ആൻഡ് കൺവേർജൻസ് അക്രോസ് ഡിപ്പാർട്ട്മെന്റ്സ് വിൽ ബി ക്രിട്ടിക്കൽ ആൻഡ് വൈൽ ടെക്നോളജി ക്യാൻ ആക്സലറേറ്റ് ദിസ് ഇറ്റ് കനോട്ട് റീപ്ലേസ് ഓൺ ഗ്രൗണ്ട് അക്കൗണ്ടബിലിറ്റി. അപ്പൊ ഈ ഒരു സാധനം നടക്കണം എന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ, ഡിസ്ട്രിക്ട് ലെവൽ ഓണർഷിപ്പ്, ഡാറ്റ ഡ്രിവൺ മോണിറ്ററിംഗ് ആൻഡ് കൺവേർജൻസ് അക്രോസ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തണം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ടെക്നോളജിക്ക് അത് ആക്സലറേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, പക്ഷേ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റീസ് മാറ്റാൻ പറ്റില്ല. ആ ഒരു സമയത്താണ് ഈ നാരി ശക്തി വന്ദന അധിനിയം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ വുമൻസിന് 33% റിസർവേഷൻ കൊടുക്കുന്ന, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും പാർലമെന്റിലും റിസർവേഷൻ കൊടുക്കുന്ന സാധനത്തിന് ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. ഇതിനെന്താണ്? ഒരു മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാവും. എന്താണ്? വിത്ത് മോർ വുമൺ ഇൻ ലീഡർഷിപ്പ്, മോർ റെസ്പോൺസീവ് പോളിസി, ഹയർ പാർട്ടിസിപ്പേഷൻ ആൻഡ് സ്ട്രോങ്ങർ ലീഡർഷിപ്പ് പൈപ്പ്ലൈൻസ്, മേക്കിംഗ് റിഫോം സെൽഫ് റീഇൻഫോഴ്സിംഗ്. ഒരു മൾട്ടിപ്ലയർ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വുമൻസ് ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേന് കുറച്ചും കൂടെ റെസ്പോൺസീവ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. ഓക്കെ, ദേ ക്യാൻ ബെറ്റർ സീ ഹൗ ടു മേക്ക് ഇറ്റ് ബെറ്റർ, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആക്കി ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഹയർ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും, സ്ട്രോങ്ങർ ലീഡർഷിപ്പ് പൈപ്പ് ലൈൻസ് ഉണ്ടാവും. അതായത് ഇവർ സ്ട്രോങ്ങർ ലീഡർഷിപ്പ് വരുമ്പോഴത്തേന് മോർ സ്ട്രോങ്ങർ ലീഡേഴ്സ് ഫ്രം വുമൺ വിൽ അപ്പിയർ. അത് കൂടുതൽ ഒരു മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാവും, മേക്കിംഗ് റിഫോം സെൽഫ് ഇൻഫോഴ്സിംഗ്. അപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? പ്രോഗ്രാം മസ്റ്റ് ബി സിംപ്ലർ ടു ആക്സസ് ആൻഡ് ഫാസ്റ്റർ ടു ഡെലിവർ. Feedback loops must be strengthened so that policy evolves with the need, and success must be measured not just by coverage but change in outcomes across sectors. 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? പ്രോഗ്രാം സിമ്പിൾ ആയിരിക്കണം, ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തത് ഫീഡ്ബാക്ക് ലൂപ്സ് എടുക്കണം, അതായത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ബെറ്റർമെന്റ് നടക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? കവറേജ് വെച്ച് മാത്രമല്ല, മറിച്ച് ഔട്ട്കം വെച്ചിട്ട് വേണം അതിന്റെ സക്സസ് നമ്മൾ അളക്കാൻ വേണ്ടി. As India moves towards its vision of becoming a developed nation by 2047, this is not peripheral agenda, it is central to success. അതായത് വെറും 50% പേര്, നമ്മുടെ മൊത്തം ഇന്ത്യയിലുള്ള 50% പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജെൻഡർ മാത്രം വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വികസിത് ഭാരത് ആവാൻ പറ്റില്ല. ഫോർ ദാറ്റ് എവ്രി വൺ ഷുഡ് കോൺട്രിബ്യൂട്ട്. അതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് ന്യൂസ്. ഹൗ വിൽ ഗഗൻയാൻ ആസ്ട്രോനട്സ് റിട്ടേൺ സേഫ്ലി ടു എർത്ത്? ഈ ഗഗൻയാൻ ആസ്ട്രോനട്സിനെ അങ്ങോട്ട് വിട്ടാൽ മാത്രം പോരല്ലോ, ഇവർ സേഫ് ആയിട്ട് ഇങ്ങോട്ട് ഭൂമിയിലോട്ട് തിരിച്ചെത്തും കൂടെ വേണമല്ലോ. അങ്ങനെ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് 2 രീതിയാണുള്ളത്. ഒന്നെങ്കിൽ ദേ ക്യാൻ ലാൻഡ് ഇൻ ദ ഓഷൻ ഓർ ദേ ക്യാൻ ലാൻഡ് ഇൻ ദ ലാൻഡ്. ഓക്കെ, ലാൻഡ് ഏരിയയിൽ ലാൻഡ് ചെയ്യാം. ഇന്ത്യയെ സംബന്ധിച്ച് ചില പ്രത്യേക കാരണങ്ങളാൽ ലാൻഡിൽ ഇപ്പം ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയോ അതിനുള്ള സൗകര്യവും നമുക്കിപ്പോൾ ഇല്ല. സോ വി വിൽ ബി ലുക്കിംഗ് ഫോർ ഓഷനിൽ പോയി ഇമ്പാക്ട് ചെയ്യാന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ നോക്കുക. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. The Gaganyaan crew module, which will host Indian astronauts, will be orbiting Earth at 7,800 meter per second എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. എന്നിട്ട് ഇത് എർത്തിലോട്ട്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് എത്തുമ്പോഴത്തേനും there will be atmospheric drag. എന്തിനു വേണ്ടിയിട്ടാണ്? അറ്റ്മോസ്ഫിയർ മറ്റേതുമായിട്ടൊരു ഫ്രിക്ഷൻ വരുമ്പോഴത്തേനും ആ ഒരു സ്പീഡിനെ കുറയ്ക്കാൻ വേണ്ടി ഒരു അറ്റ്മോസ്ഫിയറിക് ഡ്രാഗ് ഉണ്ടാവും. ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് when it reaches the atmosphere, the temperature will be very high. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആർട്ടമിസ് 2 മിഷനകത്ത് തന്നെ അവർ തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് എത്തുമ്പോഴത്തേനും ഒരു ഹീറ്റ് ഷീൽഡ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയത്. ആൻഡ് ആർട്ടമിസ് 1-നകത്ത് വി ഹാവ് സീൻ ദാറ്റ് ആ ഹീറ്റ് ഷീൽഡിന്റെ ഉള്ളിൽ ഗ്യാസ് കുടുങ്ങിയിട്ട് ക്രാക്ക് വന്നിരുന്നു. അപ്പൊ അതിനുവേണ്ടി ആർട്ടമിസ് 2-ൽ അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്താ? അവർ ആ ഒരു ഇമ്പാക്ട് സമയം ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നു. ഓക്കെ, സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് ഡ്രാഗ് ആണ് പ്രൈമറി ബ്രേക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്? അതൊരു എയറോ ബ്രേക്കിംഗ് ചെയ്തതിനു ശേഷം പിന്നെ 12 കിലോമീറ്റർ ഫ്രം ദ ഗ്രൗണ്ട് വരുമ്പോഴത്തേനും ഒരു പാരച്യൂട്ട്, മൾട്ടി സ്റ്റേജ് പാരച്യൂട്ട് വിൽ ബി ഡിപ്ലോയിഡ്. ഓക്കെ, ഇനി റഷ്യൻ സോയൂസ് ആൻഡ് ചൈനീസ് ഷെൻസോ എന്ന് പറയുന്ന മൊഡ്യൂൾസ് എല്ലാം ടെറസ്ട്രിയൽ ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ടെറസ്ട്രിയൽ ലാൻഡിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പാരച്യൂട്ടും വേണം. അതുകൂടാതെ വി ഹാവ് ടു ഗെറ്റ് എന്താ പറയുന്ന റോക്കറ്റ്സ് വേണം. അതിനകത്ത് അട്രാക്റ്റഡ് ആയുള്ള റോക്കറ്റ്സ് വേണം. അതായത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓപ്പോസിംഗ് ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം 1 to 2 മീറ്റർ പെർ സെക്കൻഡിൽ ടച്ച് ഡൗൺ ചെയ്താൽ മാത്രമേ നമുക്ക് ടെറസ്ട്രിയൽ ലാൻഡിങ് പറ്റത്തുള്ളൂ. അതേസമയം വാട്ടറിലാണെങ്കിൽ 7 to 9 മീറ്റർ പെർ സെക്കൻഡിൽ വരെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, ഇനി ലാൻഡ് ടച്ച് ഡൗണിന് നമുക്ക് വാസ്റ്റ് എംപ്റ്റി ടെറിട്ടറീസ് വേണം, ലൈക്ക് ഡെസേർട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാസ്റ്റ് ആയിട്ടുള്ള തരിശായിട്ടുള്ള ഭൂമി വേണം. അതേസമയം ക്രൂ റിക്കവറി എളുപ്പമായിരിക്കണം. ആൾക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങൾ പറ്റില്ല, ബിൽഡിങ്സ് ഒന്നും ഉള്ള സ്ഥലങ്ങൾ പറ്റത്തില്ല. ഓക്കെ, ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ 7 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 1 മീറ്റർ പെർ സെക്കൻഡ് ആവണമെങ്കിൽ ഇപ്പോൾ ഉള്ള പാരച്യൂട്ടിന്റെ സൈഡ്സിൽ നിന്ന് 49 ഇരട്ടി അത് വലുതായിരിക്കണം. സോ അത്രയും വലുതെന്ന് പറയുമ്പോഴത്തേനും അതിന് അത്രയും ലാർജ് വെയിറ്റും വോളിയവും വേണ്ടി വരും. സോ അത് രണ്ടും നമ്മുടെ പ്രശ്നമാണ്. ഇനി നമ്മൾ അറിയണം, ഈ ലാൻഡിംഗ് സോൺ എന്ന് പറഞ്ഞ ഒരു പിൻ പോയിന്റ് സോൺ ആയിരിക്കില്ല. അത് വളരെ എലിപ്റ്റിക്കൽ ആയിട്ട് 100 കിലോമീറ്റർ വരെ വ്യത്യാസത്തിനകത്ത് വരാൻ പറ്റുന്ന ഒരു സോൺ ആയിരിക്കും. അതിനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഹൈപ്പർസോണിക് സ്പീഡിൽ ഈ ഇവര് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് മൈനർ ഫ്ലക്ച്വേഷൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ഡെൻസിറ്റി ഓർ റീ എൻട്രി കണ്ടീഷൻസ് ലൈക്ക് വെലോസിറ്റി
വെലോസിറ്റിക്കകത്തോ ഡെൻസിറ്റിക്കകത്തോ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ അത് 100 കിലോമീറ്ററോളം അവർ വന്ന് വീഴുന്ന സ്ഥലം മാറ്റാൻ വേണ്ടി നിൽക്കും. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഒരു ഏകദേശം ഏരിയ മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പ്രഡിക്റ്റീവ് ട്രാക്കിംഗ്, ഇലക്ട്രോണിക് സിഗ്നലിംഗ്, വിഷ്വൽ എയ്ഡ്, GPS എന്നീ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് എവിടെയാണ് പോയി ലാൻഡ് ചെയ്തതെന്ന് പറയുന്നത്. അതുകൂടാതെ വിസിബിലിറ്റി കുറവാണെങ്കിൽ ദർ വിൽ ബി എ ഹൈ ഇന്റൻസിറ്റി സ്ട്രോബ് ലൈറ്റ് ഓവർ ദിസ്. ഈ പറയുന്ന മൊഡ്യൂളിന്റെ മേലെ ഒരു ഹൈ ഇന്റൻസിറ്റി സ്ട്രോബ് ലൈറ്റ് ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ കേസിൽ ഗഗൻയാന്റെ കേസിൽ ഇറ്റ് വിൽ സ്പ്ലാഷ് ഡൗൺ ഇൻ ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിലായിരിക്കും സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത്. അതിനുശേഷം പാരച്യൂട്ട്സ് റിലീസ് ചെയ്യും. എന്ത് ചെയ്യും? അത് എൻറ്റാങ്കിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കളയും. അതിനുശേഷം നമ്മുടെ നേവി ഓഫീസേഴ്സ് പോയിട്ട് ഇവരെ കളക്ട് ചെയ്യും. എന്നിട്ട് ഇവരെ ഈ സാധനം മൊത്തമായിട്ട് മൊഡ്യൂൾ മൊത്തമായിട്ട് ഷിപ്പിലോട്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഇവരെ സേഫ് ആയിട്ട് കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.